മിന്നൽ മുരളിയുടെ കാര്യം പറയുമ്പോൾ നെക്സ്റ്റ് അപ്പം വില്ലൻ അപ്പം ആരായിരിക്കും, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് വില്ലൻ ആയിരിക്കും ബേസിൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് പുതിയൊരു സൂപ്പർ ഹീറോനെ പ്രതീക്ഷിക്കാവുന്നത്? സെക്കൻഡ് പാർട്ട് എന്തായാലും ചെയ്യും. പക്ഷേ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. മിന്നൽ മുരളിയുടെ കാര്യം പറയുമ്പോൾ നെക്സ്റ്റ് അപ്പം വില്ലൻ അപ്പം ആരായിരിക്കും, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് വില്ലൻ ആയിരിക്കും അപ്പം ഒരുപാട് ആൾക്കാർക്ക് അല്ല, അത് എഴുതി വരുമ്പോഴേ അറിയുള്ളൂ അതെങ്ങനെയാണ്. സമയം എടുക്കും എന്തായാലും. പിന്നെ എന്തെങ്കിലും ആയാൽ തന്നെ ഞാൻ പറയില്ല. സിനിമയിൽ വരട്ടെ, ട്രെയിനിലൊക്കെ ടീച്ചറൊക്കെ വരുമ്പോൾ അതാണ് ടെൻഷൻ. ആ സിനിമയ്ക്ക് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എപ്പോഴും വില്ലൻ സ്ട്രോങ്ങർ ആവും തോറും സിനിമ ഹീറോ വലുതാവും എന്നുള്ളതാണല്ലോ ബേസിക് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സ്ട്രോങ് വില്ലൻ ഉണ്ടാക്കുക എന്നുള്ളത് പ്രൈമറി ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. 100% അങ്ങനെ തന്നെ വില്ലൻ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. എന്നാലും വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന വില്ലൻ ഓപ്പോസിഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അത് വ്യക്തിയാവാം, വേറെ എന്തെങ്കിലും ആവാം, ഇഷ്ടമാവാം, പല രീതിയിലുണ്ടല്ലോ. അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ എന്തായാലും താല്പര്യമില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ മിന്നൽ മുരളി OTT വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി ആയിരുന്നു. പക്ഷെ OTT വന്നതുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് പേരിലേക്ക് ഈ പടം റീച്ചായി. അപ്പൊ ബേസിലിന്റെ ഒരു ഇതിൽ ഏതാണ് ബെറ്റർ കുറെ മൂവി? രണ്ടും നമുക്ക് എന്താ പറയുക, സന്തോഷവും വിഷമവും ഉണ്ടാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്.